നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഇതിനു മുൻപുള്ള കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഇട്ട ക്വസ്റ്റ്യൻസിൽ ഒന്ന് രണ്ട് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്കും ഉണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം കറക്ഷനും കൂടി ചേർത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ആ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സും പ്ലസ് എന്താണ് പുതിയ കുറച്ച് കറണ്ട് അഫയേഴ്സ് കൂടെ ചേർത്തിട്ട് നമ്മളൊരു ക്ലാസ്സാണ് ഇന്ന് എടുക്കുന്നത്. അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഡൗട്ട് ഇവിടെ എന്താണ് ക്ലാരിഫൈ ചെയ്യാമെന്ന് കരുതുന്നു. അതുപോലെ ഒരു ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് നമുക്ക് സമയം കളയാതെ തുടങ്ങാം. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണ്? ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണ്? കൊട്ടാരക്കരയാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭ. എന്താണ്? ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭയാണ് കൊട്ടാരക്കര. നിലവിലെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമനാണ് നിലവിലെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി. ഒളിമ്പിക്സ് ഷൂട്ടിംഗ് വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആര്? എന്താണ്? ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. അത് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. 2024 ജനുവരിയിൽ ബ്രിട്ടനിലും അയർലൻഡിലും നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ഇഷയാണ് 2024 ജനുവരിയിൽ ബ്രിട്ടനിലും അയർലൻഡിലും നാശം വിതച്ച ചുഴലിക്കാറ്റ്. അപ്പോൾ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര. നിലവിലെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. 2024 ജനുവരിയിൽ ബ്രിട്ടനിലും അയർലൻഡിലും നാശം വിതച്ച ചുഴലിക്കാറ്റാണ് ഇഷ. നിലവിലെ കേരളത്തിലെ ജലഗതാഗത വകുപ്പ് മന്ത്രി ആരാണെന്ന് ആ ഒരു ചോദ്യത്തിന് ഒന്ന് രണ്ട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിലവിലെ കേരളത്തിലെ ജലഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറാണ്. ശ്രദ്ധിക്കുക, ജലഗതാഗത വകുപ്പ് മന്ത്രി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജലഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറാണ്. ജലവിഭവ വകുപ്പ് മന്ത്രി ഇല്ലേ, ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് ആര്? റോഷി അഗസ്റ്റിൻ. എന്താണ്? ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ്. ജലഗതാഗത വകുപ്പ് മന്ത്രിയാണ് ആര്? KB ഗണേഷ് കുമാർ. അതിനും കൂടി ഒരു കൃത്യമായി ക്ലാരിറ്റി തരാമെന്ന് കരുതിയാണ് ഒന്നുകൂടി അത് എന്താണ് ഒരു ക്ലാസ്സായിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. നിലവിലെ കേരളത്തിലെ ജലഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറും ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? റോഷി അഗസ്റ്റിനാണ് ജലവിഭവ വകുപ്പ് മന്ത്രി. അടുത്തിടെ ഹിമാചൽ പ്രദേശ് സർക്കാർ ഏത് നഗരത്തിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തത്? എവിടെയാണ് ഹിമാചൽ പ്രദേശ് സർക്കാർ ഏത് നഗരത്തിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തത്? ബിലാസ്പൂരിലാണ് ഹിമാചൽ പ്രദേശ് സർക്കാർ അവിടുത്തെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ചോദ്യം ഒരു ചെറിയ ടൈപ്പിംഗ് എറർ പറ്റിയിട്ടുണ്ടായിരുന്നു. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ജനപ്രിയ ചിത്രമാണ് ആടുജീവിതം. അത് ടൈപ്പിംഗ് മിസ്റ്റേക്കിൽ 50 എന്ന് വന്നിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല, അതെൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ജനപ്രിയ ചിത്രമാണ് ആടുജീവിതം. എന്താണ്? 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ജനപ്രിയ ചിത്രമാണ് ആടുജീവിതം. ഞാനതൊന്നും കൂടി പറയുകയാണ്. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ജനപ്രിയ ചിത്രമാണ് ആടുജീവിതം. 33ാമത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71. എന്താണ്? 33ാമത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 71. എന്താണ്? 33ാമത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 71. അടുത്ത ഈ ഒരു ചോദ്യത്തിലും ഒന്ന് രണ്ട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഇന്ത്യ മുന്നണിക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണം. ഈ ചോദ്യത്തിന് എന്താണ്? 19 ഉത്തരം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടെ UDFന് 18, അതുപോലെ തന്നെ LDF CPMന്
ഒരു സീറ്റും ലഭിച്ചു. അങ്ങനെ രണ്ടും കൂടി എത്രയാണ്? 19 സീറ്റുകളാണ്. അപ്പോൾ 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഇന്ത്യ മുന്നണിക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 19 ആണ്. 18 എന്ന് എഴുതരുത്, 19 ആണ് 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഇന്ത്യ മുന്നണിക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണം. തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? കൊടിക്കുന്നിൽ സുരേഷാണ് തുടർച്ചയായ ഏറ്റവും കൂടുതൽ തവണ. ശ്രദ്ധിക്കുക, തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ്. 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയ കേരളത്തിലെ മണ്ഡലം വടകരയാണ്. ഏതാണ്? 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയ മണ്ഡലം വടകരയാണ്. ഇന്ത്യ മുന്നണിയുടെ പൂർണ്ണ രൂപം എന്താണ്? ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻ്റൽ ഇൻക്ലൂസീവ് അലയൻസ് ആണ് ഇന്ത്യ മുന്നണിയുടെ പൂർണ്ണ രൂപം. എന്താണ്? ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻ്റൽ ഇൻക്ലൂസീവ് അലയൻസ് ആണ് ഇന്ത്യ മുന്നണിയുടെ പൂർണ്ണരൂപം. യൂട്യൂബിൻ്റെ മേധാവിയായ ഇന്ത്യൻ വംശജനാര്? എന്താണ്? യൂട്യൂബിൻ്റെ മേധാവിയായിട്ടുള്ള ഇന്ത്യൻ വംശജനാര് ആരാണ്? നീൽ മോഹനാണ് യൂട്യൂബിൻ്റെ മേധാവിയായ ഇന്ത്യൻ വംശജൻ. മണിപ്പൂർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സുപ്രീം കോടതി നിയമിച്ച റിട്ടയേർഡ് വനിതാ ജഡ്ജിമാരുടെ കമ്മിറ്റി അധ്യക്ഷ ഗീതാ മിത്തലാണ്. എന്താണ്? മണിപ്പൂർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സുപ്രീം കോടതി നിയമിച്ച റിട്ടയേർഡ് വനിതാ ജഡ്ജിമാരുടെ കമ്മിറ്റി അധ്യക്ഷ ഗീതാ മിത്തലാണ്. കേരളത്തിലെ ആദ്യത്തെ AI അധ്യാപിക ആരാണ്? ഐറിസ് ആണ് കേരളത്തിലെ ആദ്യത്തെ AI അധ്യാപിക. സംസ്ഥാനത്തെ ആദ്യ സിനി ടൂറിസം പദ്ധതിക്കായിട്ടൊരുങ്ങുന്ന സ്ഥലം ഏതാണ്? വെള്ളായണിയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ സിനി ടൂറിസം പദ്ധതിക്കായിട്ടൊരുങ്ങുന്ന സ്ഥലം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമേത്? എന്താണ്? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നഗരം കൊൽക്കത്തയാണ്. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കായുള്ള സാക്ഷരതാ മിഷൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് പച്ച മലയാളം. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് MM കീരവാണി. എന്താണ്? ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് MM കീരവാണി. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ ആരാണെന്നാണ്. ഫസ്റ്റ് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ AR റഹ്മാനാണ്. എന്താണ്? AR റഹ്മാനാണ് ഫസ്റ്റ് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ. രണ്ടാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയത് MM കീരവാണിയാണ്. ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയത് ആരാണ്? AR റഹ്മാനാണ് ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ. അപ്പം ഈ ചോദ്യങ്ങൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് ആവർത്തിച്ച് നോക്കാം. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കരയാണ്. എന്താണ്? ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കരയാണ്. നിലവിലെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമനാണ് നിലവിലെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി. ഒളിമ്പിക്സ് ഷൂട്ടിംഗ് വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. 2024 ജനുവരിയിൽ ബ്രിട്ടനിലും അയർലൻഡിലും നാശം വിതച്ച ചുഴലിക്കാറ്റാണ് ഇഷ. നിലവിലെ കേരളത്തിലെ ജലഗതാഗത വകുപ്പ് മന്ത്രിയാണ് KB ഗണേഷ് കുമാർ. അടുത്തിടെ ഹിമാചൽ പ്രദേശ് സർക്കാർ ഏത് നഗരത്തിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തത്? ബിലാസ്പൂരിലാണ് ഹിമാചൽ പ്രദേശ് സർക്കാർ സംസ്ഥാനത്തെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തത്. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ജനപ്രിയ ചിത്രമാണ് ആടുജീവിതം. 33ാമത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഇന്ത്യ മുന്നണിക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 19 തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ്. 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയ കേരളത്തിലെ മണ്ഡലം വടകരയാണ്. ഇന്ത്യ മുന്നണിയുടെ പൂർണ്ണ രൂപം എന്താണ്? ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻ്റൽ ഇൻക്ലൂസീവ് അലയൻസ് ആണ്.
അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ മേധാവിയായ ഇന്ത്യൻ വംശജനാരാണ്? നീൽ മോഹനാണ്. മണിപ്പൂർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സുപ്രീം കോടതി നിയമിച്ച റിട്ടയർഡ് വനിതാ ജഡ്ജിമാരുടെ കമ്മിറ്റി അധ്യക്ഷ ഗീതാ മിത്തലാണ്. കേരളത്തിലെ ആദ്യത്തെ AI അധ്യാപികയാണ് ഐറിസ്. സംസ്ഥാനത്തെ ആദ്യ സിനി ടൂറിസം പദ്ധതിക്കായിട്ട് ഒരുങ്ങുന്ന സ്ഥലമാണ് വെള്ളായണി. അതുപോലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമാണ് കൊൽക്കത്ത. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കായിട്ടുള്ള സാക്ഷരതാ മിഷൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് പച്ചമലയാളം. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് MM കീരവാണി.